ഹായ് വെൽക്കം ടു PSC ഹമ്പ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DLED സെക്കൻഡ് സെമസ്റ്ററിൻ്റെ സോഷ്യലിൻ്റെ സെക്കൻഡ് യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് ബോധന തന്ത്രങ്ങളും വിനിമയ സമീപനവും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്ര പഠന രീതി എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ ഉള്ളടക്കത്തോടൊപ്പം പ്രക്രിയാശേഷികൾക്കും പ്രാധാന്യം കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചില്ല പ്രക്രിയാശേഷികൾ അങ്ങനെ കുറിച്ച് പഠിച്ചു. അപ്പം ഉള്ളടക്കത്തോടൊപ്പം എന്ത് ചെയ്യണം, പ്രക്രിയാശേഷിക്കും പ്രാധാന്യം കൊടുക്കണം. ഒറ്റയ്ക്കും കൂട്ടമായുമുള്ള പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കണം. ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് കൊടുക്കണം. ഒറ്റയ്ക്കും കൂട്ടമായുള്ള പ്രവർത്തനങ്ങൾക്ക് അവസരം കൊടുക്കണം. സാമൂഹ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രമുഖ സ്ഥാനം. സ്വതന്ത്രവും ഫലപ്രദവുമായ പഠനാന്തരീക്ഷം. സ്വതന്ത്രവും ഫലപ്രദവുമായ പഠനാന്തരീക്ഷം. കുട്ടികളുടെ അവകാശങ്ങൾക്ക് പരിഗണന. ടീച്ചറിൻ്റെ ഗുണാത്മക ഇടപെടലുകളും സഹായങ്ങളും. ഇത്ര പോയിന്റ്സാണ് നമ്മൾ സാമൂഹിക ശാസ്ത്ര പഠന രീതിയിൽ പറയുന്നത്. അടുത്തത് സാമൂഹ്യശാസ്ത്ര വിനിമയ സമീപനങ്ങൾ. നമുക്കറിയാം സമീപനങ്ങൾ എപ്പോഴും പല വിഷയങ്ങളിലും ഒന്ന് തന്നെയായിരിക്കും. ഒന്നാമത്തെ പഠിതാവ് കേന്ദ്രീകൃതമായിരിക്കണം. പഠിതാവ് കേന്ദ്രീകൃതമായിരിക്കണം. പഠിതാവ് ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം. നമുക്ക് എപ്പോഴും അറിയാം ഇപ്പം നമ്മളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ചൈൽഡ് സെൻറ്റേർഡ് ആണ്. നെക്സ്റ്റ് എന്താ, പഠനനേട്ട കേന്ദ്രീകൃതമായിരിക്കണം. പരിസരബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, പ്രക്രിയാബന്ധിതം, ICT അധിഷ്ഠിതം, അന്വേഷണാത്മകം. ഇതൊക്കെയാണ് വിനിമയ സമീപനങ്ങളായിട്ട് പറയുന്നത്. പഠന നേട്ട കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ എന്ത് പഠന നേട്ടമാണ് കുട്ടിക്കൊരു ഭാഗത്തുനിന്ന് കിട്ടുന്നത്, ആ ഒരു പഠന നേട്ടത്തെ ബേസ് ചെയ്തിട്ടും ഒരുപാട് ക്ലാസ് എടുത്തിട്ടൊന്നും കാര്യമില്ല. പഠന നേട്ടം കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അടിസ്ഥാനത്തിലേക്ക് ക്ലാസ് മുന്നോട്ട് പോകേണ്ടത്. പരിസരബന്ധിതമായിരിക്കണം. അപ്പം പരിസരബന്ധിതമായിരിക്കണം പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രകൃതി ദുരന്തത്തിനെ കുറിച്ച് എന്നൊരു വിഷയത്തെക്കുറിച്ച് കുട്ടി പഠിക്കുകയാണ് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, പരിസരമായിട്ട് ഇണങ്ങി ചേരും. പരിസരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തൊക്കെ ഈ ഒരു ദുരന്തം നടന്നത് എങ്ങനെയായിരിക്കും. അപ്പോൾ മണ്ണിൻ്റെ കാര്യം, അപ്പം മണ്ണിൻ്റെ കളറിന് നമ്മൾ പറയും പലതരം മണ്ണുകളുണ്ട്. അപ്പം മണ്ണിൻ്റെ നിറവ്യത്യാസത്തിന് കാരണം അല്ലെങ്കിൽ എവിടെയൊക്കെ മണ്ണിൻ്റെ കളർ വ്യത്യാസമുള്ള മണ്ണുണ്ട് എന്നൊക്കെയുള്ള കുട്ടി കണ്ടുപഠിക്കുമ്പോൾ എന്ത് ചെയ്യും, പരിസരമായിട്ട് ഇണങ്ങി ചേർന്ന് പഠിക്കുക. അതുപോലെ പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം. പ്രക്രിയാബന്ധം നമ്മൾ നേരത്തെ പഠിച്ചു. പ്രക്രിയാശേഷിക്ക് പ്രാധാന്യം കൂടുതലുള്ള പഠനമായിരുന്നു. ICT അധിഷ്ഠിതം. ഇപ്പോൾ നമ്മൾ കൂടുതലും ICT ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് കണ്ടും കേട്ടും പഠിക്കാനും വളരെ താല്പര്യമുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികൾ കുറച്ചും കൂടെ കുട്ടികളിലേക്ക് പഠിക്കാൻ പിടിച്ചു നിർത്താൻ ICT കൊണ്ട് സാധിക്കും. അന്വേഷണാത്മകമായിരിക്കണം. കുറച്ച് റിസർച്ച് എന്നല്ല, കുറച്ചൊരു പ്രൊജക്ട് മെത്തേഡിലും അസൈൻമെൻറ്റ് മെത്തേഡൊക്കെ കുട്ടിയെ കൊടുക്കുമ്പോൾ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പം ഒരു അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് എന്നൊക്കെ കുട്ടികളുടെ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, പഠനത്തിലേക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഡീപ്പാക്കാൻ ശ്രമിക്കും. അടുത്തത് നമ്മൾ പറയുന്നത് സാമൂഹ്യ ശാസ്ത്രവും പഠിതാക്കളും എന്നുള്ളൊരു ടോപ്പിക്കാണ്. പഠിതാക്കൾ ജന്മനാ ഗവേഷകരാണ്, എന്നാൽ അവർ വ്യത്യസ്ത പഠന വേഗതയുള്ളവരാണ്. നമ്മളറിയാം കുട്ടികൾ ജന്മനാ ഗവേഷകരാണ്. ചെറിയ കാര്യങ്ങൾ അവരിങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവരാണ്. പക്ഷെ എന്താണ്, അവർ വ്യത്യസ്ത പഠന വേഗതയുള്ളവരാണ്. പഠന രീതികളിൽ വ്യത്യസ്തരാണ്. അതുപോലെ ഭൗതിക പഠന സാഹചര്യങ്ങളുടെ ലഭ്യതയിൽ വ്യത്യസ്തരാണ്. നമുക്കറിയാം എല്ലാ കുട്ടികളുടെയും ഒരു വീടിൻ്റെ അന്തരീക്ഷം അല്ലെങ്കിൽ പഠിക്കാനുള്ള അന്തരീക്ഷം, വീട്ടിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരുപോലെ ആയിരിക്കില്ല. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. പക്ഷെ നോർമലി ഭയങ്കര ഇതായിട്ട് വരുന്ന കുട്ടികൾ. അപ്പം കുട്ടികളുടെ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളിൽ വ്യത്യസ്തതയുണ്ടാകും. അതുപോലെ തന്നെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു വരുന്നവരായിരിക്കും. നമുക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ നോർമലി പഠിത്തത്തിൽ പിന്നോട്ടാകും. അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു വരുന്നവരും വ്യത്യസ്ത മാനസികാവസ്ഥയ്ക്ക് ഉടമകളുമായിരിക്കും. നമ്മൾ പറഞ്ഞു എപ്പോഴും ഒരു കുട്ടി എന്ത് ചെയ്യില്ല, ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇപ്പം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടൊക്കെയും കുട്ടി വരിക, അപ്പം 2-3 ദിവസം ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടിയായിരിക്കും. അപ്പം ഇതിനൊക്കെ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മളെ പഠന രീതികൾ. അപ്പം അതുപോലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രവും ടീച്ചറും എന്നുള്ളൊരു ഭാഗമാണ്. അതെന്താണ്, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുടെ ഉള്ളടക്കം വ്യക്തമായി സംശീകരിച്ചിരിക്കണം. എന്താണ്, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുടെ ഉള്ളടക്കം വ്യക്തമായിട്ട്
സ്വാംശീകരിച്ചിരിക്കണം. അപ്പോൾ ഒരു വിഷയത്തിൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞ് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ അതിനെക്കുറിച്ച് എന്താ എക്സ്ട്രാ പോയിൻ്റൊക്കെ ചേർത്ത് പറയാനുള്ളൊരു ധാരണ വേണം. എന്താണ് ഞാൻ പഠിപ്പിക്കേണ്ടതെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അടുത്തത് സാമൂഹ്യശാസ്ത്ര സമീപനം പൂർണ്ണതോതിൽ ഉൾക്കൊണ്ടിരിക്കണം. സാമൂഹ്യശാസ്ത്ര സമീപനം പൂർണ്ണതോതിൽ ഉൾക്കൊണ്ടിരിക്കണം. നമ്മൾ നേരത്തെ സാമൂഹ്യശാസ്ത്ര സമീപനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ എന്താണ് ഓരോ ക്ലാസ്സിലും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കണം. അടുത്തത് കുട്ടികളുടെ പ്രകൃതത്തിലും പ്രത്യേകതകളിലും വൈജാത്യങ്ങളും ടീച്ചർ പരിശോധിച്ചേ മതിയാവൂ. കുട്ടികളുടെ പ്രകൃതത്തിലും പ്രത്യേകതകളിലും വൈജാത്യങ്ങളും ടീച്ചർ പരിശോധിച്ചാൽ മതി. കുട്ടികളുടെ പ്രകൃതത്തിലും ഉള്ള വൈജാത്യങ്ങളും പ്രത്യേകതകളൊക്കെ ടീച്ചർ എന്ത് ചെയ്യും പരിഗണിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കണം. അതുപോലെ തന്നെ ഒരു നല്ല ഗവേഷകയും സഹപഠിതാവുമാകണം. ഒരു നല്ല ഗവേഷകയും സഹപഠിതാവും ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവുകയും ഈ അവകാശങ്ങൾ പെടാതിരിക്കുന്നതിന് ഉറപ്പ് വരുത്തുകയും പെടില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അതായത് കുട്ടികൾക്ക് ക്ലാസ്സിൽ സ്വതന്ത്ര ആശയവിനിമയത്തിനുള്ള അവസരം ഒരുക്കണം. സൗഹാർദ്ദപരമായ ക്ലാസ് ആയിരിക്കണം. കുട്ടികളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുക. അങ്ങനെ കുറേ അവകാശങ്ങളുണ്ട് കുട്ടികൾ. അത്തരത്തിലുള്ള അവകാശങ്ങളെക്കുറിച്ച് ധാരണയും അതൊന്നും ലംഘിക്കാതെ ആയിരിക്കണം ലംഘിക്കില്ല എന്നുള്ള ഒരു ഉറപ്പും ഉണ്ടായിരിക്കണം, ടീച്ചർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് പഠന സന്ദർഭങ്ങൾ ഒരുക്കുമ്പോൾ പഠന നേട്ടങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തിയായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് പഠന സന്ദർഭങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷണത്തിലൂടെ കൊടുക്കും, അല്ലെങ്കിൽ വർക്കിംഗ് മോഡലൊക്കെ വെച്ചിട്ട് കൊടുക്കുക, ICT-യിലൂടെയെല്ലാം നമ്മൾ കുട്ടിയിലേക്ക് വിഷയങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പഠന നേട്ടങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ. അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന കൊടുക്കേണ്ട പഠന നേട്ടത്തിൽ നിന്ന് വേറെ ആവരുത്. എന്താണോ ഏത് പഠന നേട്ടമാണോ കുട്ടിക്ക് ലഭിക്കാൻ ഉള്ളത് ആ പഠന നേട്ടത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കുകയും വേണം. അതിനനുസരിച്ചായിരിക്കണം പഠന സന്ദർഭങ്ങൾ ഒരുക്കുകയും വേണ്ടത്. അപ്പം ഈ യൂണിറ്റിൽ ഇതൊരു കുഞ്ഞു യൂണിറ്റാണ്, ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ഈ വിനിമയ സമീപനങ്ങൾ എന്താ പറയുക നല്ല രീതിയിൽ നോക്കി വെക്കണം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ പോയിൻ്റ് എന്ത് ചെയ്യുക വിശദീകരിക്കാനും പഠിക്കണം. പഠന സമീപനങ്ങൾ വിനിമയ സമീപനങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ്. അപ്പം എക്സാം ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഇത്രയും ഷോർട്ടാക്കി പറയുന്നത്. ടെക്സ്റ്റൊക്കെ വായിച്ച് നോക്കുക. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ.